തൃശൂർ പൂരം അലങ്കോലമാക്കാൻ RSS ശ്രമിച്ചു എന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. പൂരം കലക്കിയതിനു പിന്നിൽ ഗൂഢാലോചന. തൃശൂരിൽ BJP വിജയം കോൺഗ്രസിന് നഷ്ടപ്പെട്ട 86,000 വോട്ടുകൾ നേടിയാണ്. RSS ബന്ധമെന്ന പ്രചാരണം മുഖ്യമന്ത്രിക്ക് ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള സ്വാധീനം ഇല്ലാതാക്കാനാണ്. സർക്കാരിന് PR സംവിധാനമില്ല. P ശശിക്കെതിരായ അൻവറിന്റെ പരാതിയിൽ കാതലായ പ്രശ്നമൊന്നുമില്ലെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. തൃശൂർ പൂരം കലക്കലിന് പിന്നിൽ RSSന്റെ രാഷ്ട്രീയ താൽപര്യമാണ്. പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഘട്ടത്തിലായിരുന്നു ആ പൂരമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ തൃശൂർ പൂരം ഈ ഒരു പശ്ചാത്തലത്തിൽ അലങ്കോലമാക്കാനുള്ള ശ്രമം തൃശ്ശൂരിൽ RSSന്റെ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് ഇപ്പോൾ പകൽ വെളിച്ചം പോലെ വ്യക്തമായി വരികയാണ്. അപ്പോൾ RSSന്റെ രാഷ്ട്രീയ താൽപര്യമാണ് ഇത്തരമൊരു സ്ഥിതിവിശേഷത്തിലേക്ക് പൂരത്തെ എത്തിച്ചത് എന്നാണ് കാണുന്നത്. സർക്കാരിന് PR ഏജൻസി ഇല്ല എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ, ഒരു PR സംവിധാനവും ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇല്ല. അതോടുകൂടി 10 ചോദ്യത്തിൻ്റെയും ഉത്തരയും ഒറ്റ ഉത്തരവേ ഉള്ളൂ. അങ്ങനെ ഒരു PR സംവിധാനം ഉണ്ടായിരുന്നില്ല. ഈ കാര്യം അസന്നിഗ്ധമായി സഖാവ് പിണറായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞതിന് ശേഷവും സംശയങ്ങൾ ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ചോദ്യങ്ങളും ഉത്തരവുമായി മുമ്പോട്ടേക്ക് പോകുന്ന സ്ഥിതിയാണ് പിന്നീട് മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിനെതിരെയുള്ള പോലീസ് നടപടിക്ക് എതിരെയാണ് PV അൻവറിന്റെ കുരിശുയുദ്ധമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്വർണം പുറത്തേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും പോലീസിന് ആ സ്വർണം പിടിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ പിടിച്ചെടുത്തുകൊണ്ടാണ് നിരവധി സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ക്രമസമാധാന പ്രശ്നമായി മാറിയ സാഹചര്യത്തിൽ പോലീസിന് ഇടപെടാതിരിക്കാൻ പറ്റില്ല എന്നുള്ള സ്ഥിതി വന്നു. ആ ദൗത്യമാണ് പോലീസ് നിർവഹിച്ച് കൊണ്ടിരുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ അൻവർ വലിയ രീതിയിലുള്ള കുരിശുയുദ്ധം സംഘടിപ്പിക്കുന്നത്. കള്ളക്കടത്തിൻ്റെ ഭാഗമായി, പൊട്ടിക്കൽ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചിലരെ ആളുകളെയാണ് സാക്ഷിയായിട്ട് അവതരിപ്പിക്കുന്നത്. വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യവും പാർട്ടിയുടെ നയവും വ്യക്തമാക്കുന്ന രേഖ CPIM സംസ്ഥാന കമ്മിറ്റി പാസാക്കി. പാർട്ടിയെ ദുർബലപ്പെടുത്താനാണ് നേതൃത്വത്തെ ആക്രമിക്കുന്നത്. കള്ളപ്രചരണങ്ങളെ നേരിടാൻ നിശ്ചയദാർഢ്യത്തോടെ പാർട്ടി മുന്നോട്ടു പോകുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.